രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡനക്കേസിൽ കെപിസിസി ഡിജിറ്റൽ സെല്ലിന്റെ നേറികെട്ട നീക്കത്തെക്കുറിച്ചുള്ള വാർത്തയാണ് അടുത്തത്. അതിജീവിതയ്ക്കെതിരെ സൈബർ ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. ഈ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്താൻ ഗ്രൂപ്പിൽ നിർദ്ദേശമുണ്ടായതിന് പിന്നാലെ യുവതിയുടെ ഫോട്ടോയും പ്രചരിപ്പിച്ചു. സൈബർ ആക്രമണത്തിനെതിരെ യുവതി ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി MS വീണയും ഒപ്പം സൈബർ ആക്രമണത്തിന്റെ നിയമ പ്രശ്നങ്ങളുമായി അല്ലെങ്കിൽ നിയമ വശങ്ങൾ പരിശോധിക്കാനായി ഐസൻ ജോസും നമുക്കൊപ്പം ചേരുകയാണ്. ആദ്യം വീണയിലേക്കാണ് നമ്മൾ പോകുന്നത്. വീണ, നമ്മൾ രാവിലെ മുതൽ ചർച്ച ചെയ്യുകയാണ് യുവതി നേരിടുന്ന അതിക്രൂരമായ സൈബർ ആക്രമണത്തെക്കുറിച്ച്. ഇപ്പോൾ വരുന്ന അപ്ഡേറ്റ് വളരെ നിർണായകമായ, വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഞങ്ങൾ തള്ളിപ്പറഞ്ഞു, ഇനി ഇയാൾക്ക് പാർട്ടിയിൽ സ്ഥാനമില്ല എന്നൊക്കെ വലിയ വായിൽ പറയുന്നുണ്ട്. പക്ഷേ KPCC ഡിജിറ്റൽ സെല്ലിന്റെ നേതൃത്വത്തിൽ അതിജീവിതയുടെ പേര് വെളിപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. എന്തൊരു നെറികെട്ട നീക്കമാണ് വീണ. തീർച്ചയായും രാശി, അതായത് ഒരു ഭാഗത്ത് നേതാക്കൾ രാഹുലിനെ തള്ളിപ്പറയുന്നു, മറുഭാഗത്ത് ഡിജിറ്റൽ സെല്ലിന്റെ നേതൃത്വത്തിൽ രാഹുലിനെ വെള്ളപൂശാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ള കാര്യം അതിജീവിതയ്ക്കെതിരെ ഉണ്ടാകുന്ന ക്രൂരമായിട്ടുള്ള സൈബർ ആക്രമണം തന്നെയാണ്. രാഹുൽ കുറ്റക്കാരനാണെന്നും രാഹുൽ നിയമപരമായിട്ടുള്ള നടപടികൾ നേരിടണമെന്ന് KPCC അധ്യക്ഷൻ പറയുമ്പോൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗത്താണ് ഡിജിറ്റൽ സെല്ലിന്റെ നേതൃത്വത്തിൽ അതിജീവിതയ്ക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ അതിക്രമങ്ങൾ പരാതി നൽകിയതിന് പിന്നാലെയാണ് വ്യാപകമായി ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുലിനെ തള്ളിപ്പറഞ്ഞുവെങ്കിൽ പോലും KPCC അടക്കം രാഹുലിന് പിന്തുണ നൽകുന്നു എന്ന് കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഈ ഗ്രൂപ്പുകളിലടക്കം സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് യുവതിയുടെ ഫോട്ടോ പ്രചരിപ്പിക്കുന്നു. മാത്രമല്ല യുവതിക്കെതിരെ അധിക്ഷേപപരമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നു. കൂടാതെ തന്നെ പേരടക്കമുള്ള വെളിപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി ഈ ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നു എന്നുള്ള പ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ KPCCയുടെ ഡിജിറ്റൽ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് ഗുരുതരമായ സാഹചര്യം, അതായത് പെൺകുട്ടിയുടെ വീര്യത്തെ അടക്കം ചോരുന്ന തരത്തിലുള്ള ശ്രമങ്ങൾ ഡിജിറ്റൽ സെല്ലിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിജീവിതയ്ക്കുണ്ടാകുന്ന ഈ സൈബർ ആക്രമണത്തിനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അതിജീവിത. അതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യുവതിയുടെ തീരുമാനം. കാരണം ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുകൊണ്ടും രാഹുലിന്റെ PR ടീമിന്റെ നേതൃത്വത്തിലും വലിയ തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങളും അതുപോലെ തന്നെ മോശമായിട്ടുള്ള കമന്റുകളും പോസ്റ്റുകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയ വാളുകളിൽ നിറയുന്നത്. ഇത് വലിയ തോതിൽ ഷെയർ ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില ഫേക്ക് അക്കൗണ്ടുകൾ വഴി മോശം തരത്തിലുള്ള കമന്റുകളും ഇത്തരം പോസ്റ്റുകൾക്ക് താഴെ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട അതിജീവിത ഈ സൈബർ ആക്രമണത്തിനെതിരെ ഇപ്പോൾ നിയമ പോരാട്ടത്തിനായിട്ട് ഒരു പരാതി കൂടി നൽകിയിരിക്കുന്നത്. മാത്രമല്ല ഈ പരാതിയുമായി മുന്നോട്ട് പോകുമ്പോൾ രാഹുലിനെ സംരക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പോലും കോൺഗ്രസിന്റെ അടക്കം ഒരു ഇരട്ടത്താപ്പ് കൂടി നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം ഒരു വശത്ത് നേതാക്കൾ തള്ളിപ്പറയുന്നു, രാവിലെ തന്നെ K മുരളീധരൻ പ്രതികരിച്ചതിലടക്കം, അതായത് ഉയർന്നു വന്നൊരു നേതാവല്ലേ എന്നുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രാഹുലിനെ തീർത്തും തള്ളിപ്പറയുന്ന നിലപാട് സ്വീകരിക്കുന്നു. ഒപ്പം തന്നെ ഒരു സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിനും അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഒരു പരിപാടിയിലേക്കും രാഹുലിനെ പങ്കെടുപ്പിക്കേണ്ടതില്ല, സസ്പെൻഷൻ എന്ന നടപടി രാഹുലിന് പുറത്താക്കിയതിന് തുല്യമാണെന്നുള്ള പരാമർശങ്ങൾ ഇന്ന് രാവിലെ കൂടി K മുരളീധരൻ പറഞ്ഞത് സസ്പെൻഷൻ ഉണ്ടായി, ഇനി പുറത്താക്കേണ്ട സാഹചര്യമില്ല, അയാൾ പുറത്താണ്, ഇനി ഞങ്ങൾ തിരിച്ചടിക്കില്ല എന്ന രീതിയിലൊക്കെയായിരുന്നു പ്രതികരണം. DCC അധ്യക്ഷൻ തങ്കപ്പൻ അടക്കമുള്ളവർ അത് തന്നെയാണ് പറഞ്ഞത്. പാലക്കാട്ടെ കോൺഗ്രസുകാർക്കും ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ വേണ്ട എന്ന്. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ അവർ അണിയറയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതാണ് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരട്ടത്താപ്പെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന. മറുഭാഗത്ത് മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നേതാക്കളുടെ പ്രതികരണങ്ങൾ തേടുമ്പോൾ രാഹുലിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, കൃത്യമായി തെളിവുകളടക്കം യുവതി പുറത്തുവിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഹുൽ ഇതുമായി ബന്ധപ്പെട്ട് യുവതിയോട് നടത്തിയ അതിക്രമങ്ങളുടെയും ഭ്രൂണഹത്യയ്ക്ക് അടക്കം വിധേയമാക്കിയതിന്റെയും വിവരങ്ങൾ കൃത്യമായി തന്നെ യുവതി അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്ന, അത് ശരിവയ്ക്കുന്ന വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുമായി ബന്ധപ്പെട്ട് കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്ന ഘട്ടത്തിലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒരു ഭാഗത്ത് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന്, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നേതാക്കൾ തള്ളിപ്പറയുന്ന സമീപനം, രാഹുലിനെതിരെ വിമർശനം പറയുന്നു, സസ്പെൻഷൻ എന്ന നടപടി പുറത്താക്കലാണെന്ന് K മുരളീധരൻ അടക്കം പറയുമ്പോൾ പോലും മറുഭാഗത്ത് രാഹുലിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രാഹുലിന് വേണ്ടിയുള്ള വാഴ്ത്തുപാടുകാരുടെ അല്ലെങ്കിൽ സ്തുതി പാഠകരുടെ
പോലീസുകാരുടെ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നു. അതിൽ ക്രൂരമായി തന്നെ വീണ്ടും വീണ്ടും ഇരയ്ക്ക് നേരെ, അതായത് അതിജീവിതയ്ക്ക് നേരെ അതിക്രമങ്ങൾക്ക് വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ചുള്ള പോസ്റ്റുകൾ നടക്കുന്നു. അതിജീവിതയുടെ മനോവീര്യം എന്തായാലും നമുക്ക് ഐസൻ ജോസിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. സൈബർ ആക്രമണത്തിന്റെ നിയമവശങ്ങൾ ഐസൻ ജോസ് വിശദീകരിക്കും. ഐസൻ, നമുക്കറിയാം ഈ ഭ്രൂണഹത്യയ്ക്ക് പിന്നാലെ അതിജീവിത പൂർണ്ണമായും തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. മാനസികാരോഗ്യ വിദഗ്ധന്റെ അടക്കം സഹായം തേടേണ്ടി വരുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ പെൺകുട്ടി പോലീസിന് സംരക്ഷണയിലാണ്. ഇതിനിടയിലാണ് വീണ്ടും ആ പെൺകുട്ടിയെ വീണ്ടും വീണ്ടും തകർക്കുന്ന രീതിയിലേക്ക്, മനോവീര്യം കെടുത്തുന്ന രീതിയിലേക്ക് ഇനി ഒരു പെൺകുട്ടിക്കും ഈ ഒരു സ്ഥിതി ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ അവളെ പൂർണ്ണമായും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ KPCC മീഡിയ സെല്ല് തന്നെ സൈബർ ആക്രമണത്തിന് മുന്നിട്ടിറങ്ങുന്നു. ആ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു, വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇതിന്റെ ഒരു നിയമവശങ്ങൾ ഐസൻ? തീർച്ചയായും രാഖി, 3 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന ഗുരുതരമായ ഒരു IT കുറ്റകൃത്യമാണ് ഇത്തരത്തിലുള്ള തെറ്റായ രീതിയിലുള്ള ഈ പ്രചരണവും തെറ്റായ ദുഷ്പ്രചരണങ്ങളും നടത്തുന്നതിനുള്ള നീക്കങ്ങൾ സൈബർ ഇടത്തിൽ നടത്തുക എന്നത്. നമുക്കറിയാവുന്നതാണ്. പണ്ട് കാലത്താണെങ്കിൽ ഈ അത്തരത്തിലുള്ള കവലകളിലും മറ്റും ഇരുന്ന് അസഭ്യം വിളിച്ച് പറയുക, അനാവശ്യം വിളിച്ച് പറയുന്ന അതേ രീതിയിലുള്ള ഒരു മനോവൈകൃതത്തെ സൈബർ ഇടങ്ങളിലേക്ക് പകർത്തുന്ന ഒരു രീതിയാണ്, സമാന രീതിയാണ് ഈ അതിജീവിതയോട് കാണിക്കുന്നത്. അത് വലിയൊരു തെറ്റ് തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്. 66 ഈ ഇന്ത്യൻ IT ആക്ട്, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ 66 പ്രകാരമുള്ള കുറ്റകൃത്യമാണിത്. ഈ കുറ്റകൃത്യത്തിന് 3 വർഷം വരെ തടവ് ലഭിക്കുമെന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയും 2 ലക്ഷം രൂപ വരെ പിഴ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. അത്തരത്തിൽ കുറ്റം ഗൗരവമേറിയ ഒരു കുറ്റം തന്നെയാണ്. പക്ഷേ ആ കുറ്റം വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ അവരെ തിരിച്ചറിയാനുള്ള സാധ്യതകൾ കൃത്യമായും ഒരു ഇരയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അത് രഹസ്യമായി വെക്കുക എന്നുള്ളത് അവരുടെ നിയമപരമായ അവകാശമാണ്. അവർക്ക് ലഭിക്കേണ്ട നിയമപരമായ അവകാശവും അതുപോലെ തന്നെ വ്യക്തി എന്ന നിലയിലും ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ഉൾപ്പെട്ട വ്യക്തി എന്ന നിലയിലാണെങ്കിൽ കൂടിയും കൃത്യമായി ലഭിക്കേണ്ടതാണ്. അതിനെ ലംഘിക്കാനുള്ളൊരു നീക്കം സംഘടിതമായി നടത്തുന്നു. ഇത് ഈ സൈബർ കുറ്റകൃത്യം ഒരു അതിജീവിതയ്ക്കെതിരെ നടത്തുന്നു എന്നതിനപ്പുറം അത് സംഘടിതമായ ഒരു സൈബർ കുറ്റകൃത്യം അതിജീവിതയ്ക്കെതിരെ നടത്താൻ ഒരു പ്രത്യേക സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗം ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സൈബർ ഇടങ്ങളിൽ പ്രായോഗികമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്ന ഏറ്റവും ഹീനമായ ഒരു പ്രവൃത്തിയായി തന്നെയാണ് ഇതിനെ നിരീക്ഷിക്കേണ്ടത്. സ്വാഭാവികമായും ഈ നിലവിലെ IT നിയമം ഒരു വ്യക്തി ഇത്തരത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്കെതിരെ കേസെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയുടെ ഭാഗമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് ഇത് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഈ നിർദ്ദേശം സംബന്ധിച്ച് എന്തെങ്കിലും തെളിവ് ലഭിക്കുകയാണെങ്കിൽ ഈ നിർദ്ദേശം നൽകിയ കോൺഗ്രസിൻ്റെ സൈബർ വിങ്ങിൻ്റെ ആ വിഭാഗത്തെ തന്നെ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുത്തുന്നതിന് അല്ലെങ്കിൽ കുറ്റത്തിന് ചെയ്തവരായി വിചാരണ ചെയ്യുന്നതിനുള്ള സാധ്യതയിലേക്ക് വരെ കാര്യങ്ങൾ പോയേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത് ഈ സംഭവങ്ങളിൽ, അതായത് IT ആക്ടുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ മറ്റൊരു പേജായി അല്ലെങ്കിൽ മറ്റൊരു ഏഡായി മാറുന്ന ഒരു പുതിയ സംഭവമായി മാറും. അത്തരത്തിലുള്ള ഏറ്റവും ഹീനമായ പ്രവൃത്തികൾ ഏത് വിധേനയും ചെയ്ത് തങ്ങളുടെ ഏറ്റവും നെറികെട്ട ഒരു നേതാവിനെ സംരക്ഷിക്കുക എന്നൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ കുറ്റകൃത്യം, അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന് പിന്നിലുള്ള ആ മോട്ടീവ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള താല്പര്യം എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് അതീവ ഗൗരവമുള്ളൊരു വിഷയമായി തന്നെ പരിണമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. പല നേതാക്കളും ഇത് പ്രചരിപ്പിച്ചു. ചില നേതാക്കൾ അതിൻ്റെ ഒരു ഡിസ്ക്ലെയിമർ പ്രചരിപ്പിക്കുന്ന രീതിയിൽ, അതായത് ഇതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് പരസ്യമായി പറയുന്ന രീതി, അത്തരത്തിലുള്ള ചില തട്ടിപ്പ് മാർഗങ്ങളിലൂടെ ഒരു ഷേഡോ ലൈനിലെല്ലാം തന്നെ ഇക്കാര്യത്തിൽ ഇടപെടുന്ന ചില നീക്കങ്ങൾ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായി. പേരെടുത്ത് തന്നെ പറയുകയാണ്, സന്ദീപ് വാര്യരെ പോലുള്ള നേതാക്കൾ, അവർ നേരത്തെ ഈ പെൺകുട്ടിയുടെ ചിത്രം എൻ്റെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നു, ഞാൻ സദുദ്ദേശത്തോടു കൂടി ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ആ രീതിയിൽ ഇതേതാണ് പെൺകുട്ടി എന്ന് വിരൽ ചൂണ്ടുന്ന രീതിയിൽ, ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കുന്ന രീതിയിൽ, ആ പെൺകുട്ടിയുടെ പശ്ചാത്തലം വ്യക്തമാക്കുന്ന രീതിയിൽ നടത്തുന്ന ഇത്തരം കാര്യങ്ങളെ നമുക്ക് അത്ര സദുദ്ദേശപരമായി കാണാൻ സാധിക്കുമോ സർ? തീർച്ചയായും അതൊരു ദുരുദ്ദേശപരമായ, അതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത്, ഷേഡോ ആയി പ്രവർത്തിക്കുക, അതായത് സ്വാഭാവികമായി പ്രവർത്തിക്കുന്നതിൻ്റെ നിഴൽ പോലെ പ്രവർത്തിക്കുക എന്നൊരു രീതിയാണ്. അത് തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയൊരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇത് ഞങ്ങളല്ല പറഞ്ഞത് എന്നൊക്കെ പറയുന്ന ചില വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ രീതിയിൽ ചില ചർച്ചാവേദികളിലൊക്കെ കൃത്യമായി പ്രയോജനപ്പെടുത്തുന്ന ചില ശൈലിയുണ്ട്. അത്തരത്തിലുള്ള ശൈലികളെല്ലാം തന്നെ IT നിയമപ്രകാരം അല്ലെങ്കിൽ IT മേഖലയിൽ സൈബർ ഡോമിൽ ഉപയോഗിച്ചാൽ അത്
വലിയൊരു തെറ്റായി തന്നെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്നതാണ്, ഇത് പടർന്നു പിടിക്കുകയാണ് ചെയ്യുക. സൈബർ ഡോമിലും ഈ സൈബർ സ്പേസുകളിലെ എല്ലാ ചിത്രങ്ങളായാലും അതുപോലെ തന്നെ കമൻറ്റുകളായാലും പടർന്നു പിടിക്കുന്ന, വൈറലാകുന്നത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പല സംഭവങ്ങളും ഉണ്ടാകുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അത് വളരെ ദുരുദ്ദേശപരമല്ലാത്ത വിഷയങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ പബ്ലിസിറ്റി നൽകുന്ന, സമാനമായ രീതിയിൽ തന്നെ ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ പരാമർശിക്കുകയും അതിന് വലിയ തോതിൽ പബ്ലിസിറ്റി നൽകുകയും ചെയ്യുന്നതിനുള്ളൊരു നീക്കങ്ങൾ നടത്തുന്നു. ഇതിന് പിന്നിൽ മറ്റു ചില ചിന്തകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിജീവിതയുടെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന ചില ഘടകങ്ങൾ സൃഷ്ടിക്കുക. അതായത് ഇത്തരത്തിലുള്ള അണികൾക്ക്, ഇത്തരത്തിൽ ആക്രമണങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണം നടത്തുന്ന അണികൾക്കെല്ലാം തന്നെ അതിജീവിതയെ കാട്ടിക്കൊടുക്കുക. അതിജീവിതയെ കാട്ടിക്കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഈ അതിജീവിതയ്ക്ക് ജീവന് വരെ ഭീഷണി ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്താനുള്ള ഒരു സാധ്യത തെളിയുകയും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങളും അസഭ്യം പറച്ചിലുകളും പൊതു ഇടങ്ങളിൽ അവർക്ക് വരാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാക്കുക. അത്തരത്തിലുള്ള ഏറ്റവും നിന്ദ്യമായ പ്രവർത്തനങ്ങൾ കൂട്ടം കൂടി ചെയ്യാനുള്ള ഒരു ആഹ്വാനം കൂടിയായി അതിനെ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ തെളിയുകയാണെങ്കിൽ, ഈ കാര്യങ്ങളെല്ലാം കോടതിയിൽ തെളിയിക്കപ്പെടാൻ സാധിക്കുകയാണെങ്കിൽ വലിയ തെറ്റ് ആയും അത് മാറുകയും വലിയൊരു കുറ്റകൃത്യമായി അത് പരിഗണിക്കപ്പെടുകയും ചെയ്യും. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, സമാന രീതിയിലുള്ള IT കുറ്റകൃത്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ചെയ്തു കഴിഞ്ഞു. അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തിയെന്ന ഹീനമായ കൃത്യം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കേസുകളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്തിട്ടുമുണ്ട്. താൻ ഒരു കുറ്റകൃത്യം ചെയ്യുക, തൻ്റെ അണികളെ കൊണ്ട് ആ കുറ്റകൃത്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക, അതുവഴി അതിജീവിതയെ തകർക്കാൻ ശ്രമിക്കുക എന്ന ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തി ചെയ്യുന്നതിനെ ഒരു വിഭാഗം അയാളോടൊപ്പം നിൽക്കുന്നു എന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ തന്നെ ഏറ്റവും നാണം കെട്ട പ്രവൃത്തിയായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൻ, എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ലൈംഗിക പീഡന കേസിലെ അതിജീവിതയെ അതിക്രൂരമായ സൈബർ ആക്രമണത്തിന് വിധേയക്കൊണ്ടിരിക്കുകയാണ്. ഈ KPCC മീഡിയ സെല്ലിന്റെ നേതൃത്വത്തിലൊക്കെ ഇത്ര ഹീനമായ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് ഏറെ സങ്കടകരം. എന്തായാലും അതിജീവിത ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. എന്ത് നടപടി നമ്മുടെ സംവിധാനങ്ങൾ സ്വീകരിക്കുമെന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.